വയനാട് വാഘേരിയിലെ നരഭോജി കടുവക്കായുള്ള തെരച്ചിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ലക്ഷ്യം കാണാതെ വനംവകുപ്പ് അധികൃതർ ഇന്ന് 80 അംഗ സംഘം തെരച്ചിൽ നടത്തിയെങ്കിലും കുങ്കിയാനകളെ തെരച്ചിലിനിറക്കിയില്ല. അതേസമയം കാടിളക്കി തെരച്ചിൽ നടത്തിയിട്ടും കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. പ്രജീഷിനെ കടിച്ചുകൊന്ന കടുവയെ 168 മണിക്കൂർ കഴിഞ്ഞിട്ടും പിടികൂടാൻ കഴിഞ്ഞില്ല. ഇന്നും ദൗത്യസംഘം വലിയ പരിശോധനയാണ് നടത്തിയത്. ഫോറസ്റ്റ് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്താണ് പരിശോധന. ഇന്ന് കുങ്കിയാനകളെ പരിശോധനയ്ക്കായി എത്തിച്ചില്ല. കടുവയെ തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് പിടികൂടാൻ കഴിഞ്ഞില്ലെന്ന ചോദ്യം ഉന്നയിക്കുകയാണ് നാട്ടുകാർ. അതേസമയം തിരച്ചിൽ ഊർജിതമാക്കുവാൻ കോഴിക്കോട്, കണ്ണൂർ മേഖലയിൽ നിന്നും കൂടുതൽ ദൗത്യസംഘം എത്തും. RRT വയനാട്ടിലെ പ്രഗത്ഭരായ RRT അംഗങ്ങളാണ്. കൂടാതെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും 2 യൂണിറ്റിനും കൂടി നാളെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കർഷകർക്ക് കാപ്പി പറിക്കേണ്ട സമയമെല്ലാം പഴുത്തിരിക്കുക. പറമ്പിലോട്ട് ഇറങ്ങാനുള്ളൊരു പ്രായോഗികമായ പ്രയാസമുണ്ട്. ആ പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് കാപ്പി പറിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കും. പ്രദേശത്ത് 144 നിലനിൽക്കുന്നതിനാൽ നാട്ടുകാരും വലിയ ബുദ്ധിമുട്ടിലാണ്. കടുവാ ഭീതിയും 144 വരും ദിവസങ്ങളിൽ തങ്ങളുടെ മേഖലയിൽ നിന്നും മാറുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ജനം, വയനാട്.